പാസ്പോർട്ട് പൗരത്വ രേഖയല്ല. പിന്നെ ഇന്ത്യൻ പൗരത്വം തെളിയിക്കാൻ എന്താണ് രേഖ? പാസ്പോർട്ട് ഒരു യാത്രാരേഖ മാത്രമാണെന്നും പൗരത്വ രേഖയല്ലെന്നും വ്യക്തമാക്കി വിദേശകാര്യ മന്ത്രാലയം. പാസ്പോർട്ട് അടിസ്ഥാനപരമായി അന്താരാഷ്ട്ര യാത്രകൾക്ക് ഉപയോഗിക്കാനുള്ള യാത്രാരേഖയാണെന്നും വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. 14ാമത് പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ചായിരുന്നു പ്രഖ്യാപനം. നിങ്ങൾക്ക് പാസ്പോർട്ട് ലഭിച്ചാൽ ആ പാസ്പോർട്ട് നിങ്ങളുടെ സ്വന്തമാണെന്ന് അർത്ഥമില്ല. പാസ്പോർട്ടിന്റെ പുറം ചട്ടയിൽ ഇത് സർക്കാരിന്റെ സ്വത്താണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ ഉത്തരവ് പ്രകാരം ഏത് സമയത്തും ഇത് തിരികെ ഹാജരാക്കേണ്ടി വന്നേക്കാമെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ എന്താണ് പൗരത്വം തെളിയിക്കാനുള്ള യഥാർത്ഥ രേഖയെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചർച്ച. ഇന്ത്യൻ പൗരനല്ലാത്തവർക്ക് പാസ്പോർട്ട് ലഭിക്കാൻ നിയമപരമായി സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഈ പ്രഖ്യാപനത്തിന്റെ വിരോധാഭാസം ചർച്ചയാകുന്നത്. അതേസമയം SIRമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവേ ആധാറും പൗരത്വത്തിനുള്ള രേഖയല്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിരുന്നു. ആധാർ ഒരു തിരിച്ചറിയൽ രേഖ മാത്രമാണെന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. വോട്ടർ ഐഡിയും തിരിച്ചറിയൽ രേഖ മാത്രമായാണ് പരിഗണിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ പൗരത്വ രേഖയെക്കുറിച്ച് ചർച്ച സജീവമാകുന്നത്. പൗരത്വ നിയമം അനുസരിച്ച് ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണമെങ്കിൽ 1950 ജനുവരി 26 അതിനുശേഷമോ 1987 ജൂലൈ 1 മുൻപോ ഇന്ത്യയിൽ ജനിച്ച ആൾ ആയിരിക്കണം. എന്നാൽ ഇപ്പോൾ 1987 ജൂലൈക്ക് ശേഷം ജനിച്ച വ്യക്തിക്ക് അയാളുടെ 2 രക്ഷകർത്താക്കളും ഇന്ത്യൻ പൗരനാണെങ്കിൽ പൗരത്വത്തിന് അപേക്ഷിക്കാം. 2004 ഡിസംബർ 3 ശേഷം ജനിച്ചവരാണെങ്കിൽ മാതാപിതാക്കൾ 2 പേരും ഇന്ത്യക്കാരായിരിക്കുകയും അല്ലെങ്കിൽ ഒരു രക്ഷകർത്താവ് ഇന്ത്യൻ പൗരനായിരിക്കുകയും മറ്റൊരാൾ അനധികൃത കുടിയേറ്റക്കാരൻ ആകാതിരിക്കുകയും വേണമെന്നാണ് വ്യവസ്ഥ.